മംഗളവാർത്തക്കാലം 1-ാം ഞായർ. ലൂക്ക 1:5 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. എ സ്റ്റോറി ഓഫ് ആൻ ഇമ്പോസിബിൾ ഹോപ്പ്. അസാധ്യമെന്ന് കരുതിയ ഒരു പ്രത്യാശയുടെ കഥ. വന്ധ്യതയും വാർദ്ധക്യവും മാത്രമല്ല സഖറിയായിക്കും എലിസബത്തിനും എല്ലാം അസാധ്യമാക്കിയത്. പ്രാർത്ഥന പോലും വാർദ്ധക്യ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. ദീർഘമായ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഫലമുണ്ടാകാതിരുന്ന പ്രാർത്ഥനയെയും വന്ധ്യത ബാധിച്ചു. അതായിരുന്നു സഖറിയായുടെയും എലിസബത്തിൻ്റെയും അനുഭവം. പൗരോഹിത്യവും പാരമ്പര്യവും ഒന്നും അവരെ സഹായിച്ചില്ല. അഹറോൻ വരെ നീളുന്ന എലിസബത്തിൻ്റെ ബന്ധത്തെക്കുറിച്ചും ദൈവം ഓർക്കാതെ പോയോ? അവസാനം അനുഗ്രഹം അവരെ തേടിയെത്തത് ഒരു കുറി വീണപ്പോഴാണ്. കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് പുരോഹിത വിധി പ്രകാരം സമർപ്പിക്കുവാനുള്ള കുറി. അപ്പോൾ അത് സംഭവിച്ചു. കുന്തിരിക്കത്തിൻ്റെ പുകമറ നീക്കി ദൈവത്തിൻ്റെ ദൂതൻ അയാളുടെ മുമ്പിലെത്തി. സഖറിയ മുകളിലേക്ക് നോക്കാൻ പോലും മടിച്ചുകൊണ്ട് ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് കുന്തിരുക്കം വീശിയപ്പോൾ ആ പുക ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർന്നത് പ്രാർത്ഥനയുടെയും ഹൃദയവ്യഥയുടെയും കത്തിയമരുന്ന നിമിഷങ്ങളും ഇനിയും അപേക്ഷിച്ച പ്രത്യാശയുമായിരുന്നു. എങ്കിലും അത് സംശുദ്ധമായ ഒരു ഹൃദയത്തിൽ നിന്നായിരുന്നതിനാൽ ദൈവപ്രീതിയെ ഉണർത്തുന്ന ഒരു സുഗന്ധവും അതിനുണ്ടായിരുന്നു. സഖറിയായുടെയും എലിസബത്തിൻ്റെയും പ്രത്യാശ ചിറകു വിരിച്ചപ്പോഴാണ് ഗബ്രിയേൽ മാലാഖ അദൃശ്യ സ്വർഗത്തിൽ നിന്നും സഖറിയായുടെ പക്കലേക്ക് പറന്നിറങ്ങിയത്. മാലാഖയുടെ സാന്നിധ്യം ദൈവത്തിൻ്റെ പക്കൽ നിന്നുമുള്ള ഉറപ്പായ പ്രത്യുത്തരമായി അയാൾ ദർശിച്ചു. ഒപ്പം മാലാഖയുടെ വാക്കുകളും അയാൾ ശ്രവിച്ചു. ദൈവം നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഈ ഉത്തരം എന്തുകൊണ്ട് ഇത്ര വൈകിപ്പോയി എന്നയാൾ സംശയിച്ചു. എങ്കിലും മാലാഖയുടെ തുടർന്നുള്ള വാക്കുകൾ വ്യക്തത നൽകി. നിനക്കൊരു പുത്രൻ ജനിക്കും. സഖറിയായുടെ പ്രാർത്ഥന മുഴുവൻ ഈ ഒരു പ്രത്യാശയുടെ അനുസ്മരണമായിരുന്നു. ഇസ്രായേലിൻ്റെ മുഴുവൻ പ്രത്യാശയെയും പുരോഹിതനെന്ന നിലയിൽ അയാൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഉയർത്തിക്കാണും. അതിനും കൂടിയുള്ള ഉത്തരമായിരുന്നു മാലാഖയുടെ തുടർന്നുള്ള വാക്കുകളിൽ ഉണ്ടായിരുന്നത്. നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവനെ യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടാകും. സഖറിയ എലിസബത്ത് ദമ്പതിമാർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ദൈവം തന്നെ പേരിടുന്നത് അവിടുന്ന് അവനെ തൻ്റെ ദൗത്യത്തിനു വേണ്ടി സ്വന്തമാക്കുന്നതിനുള്ള സൂചന അല്ലേ? വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരിച്ചു കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണയില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടും. അതായത് തലമുറകളായി മറന്നുപോയ ഇസ്രായേൽ ജനതയുടെ സ്നേഹത്തെ അവൻ ഉണർത്തുമെന്നും അവരെ വിവേകപൂർണമായ നീതിബോധത്തിലേക്ക് നയിക്കുമെന്നും വിവക്ഷ. സഖറിയായിക്ക് അതുവഴി നൽകുന്ന സൂചന അവർക്ക് ലഭിക്കാൻ പോകുന്ന പുത്രൻ ഒരു സന്തതി പരമ്പരയുടെ അവസാന കണ്ണി ആയിരിക്കുമെന്ന് മാത്രമല്ല, ഒരു പുതിയ തലമുറയുടെ തുടക്കം കൂടി ആയിരിക്കുമെന്നാണ്. അവഗണനയുടെ മൂടുപടം അവരിൽ നിന്നും എടുത്തു മാറ്റപ്പെടും. എങ്കിലും അത് ദൈവത്തിൻ്റെ പദ്ധതിയെ വെളിപ്പെടുത്തുവാനാണ്. അതിന് ഉപകരണങ്ങളാകുവാനുള്ള അനുഗ്രഹമാണ് ദൈവം അവർക്ക് നൽകുന്നത്. അങ്ങനെ അവരുടെ ജീവിതം പൂവണിയും. എന്തിനേയും അല്ലെങ്കിൽ ആരെയെങ്കിലും കാത്തിരിക്കുമ്പോൾ നമ്മുടെ സമയത്തിന് നീളം കൂടും. കാത്തിരിപ്പ് ജീവിതത്തോളം തന്നെ നീളുമ്പോൾ വാർദ്ധക്യം കടന്നുകൂടും. അതുപോലെ വന്ധ്യതയുടെ അനുഭവം ഉണ്ടാകും. എന്നാൽ ദൈവത്തിന് 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയാണ്. സമയത്തിൻ്റെ ദൈർഘ്യം അവിടുന്ന് അനുഭവിക്കുന്നില്ല. നിത്യതയുടെ നിരന്തര സാന്നിധ്യമാണ് അവിടുത്തേത്. അതിനാൽ വാർദ്ധക്യത്തിലും നമുക്ക് യൗവനം തിരിച്ചു തരുവാൻ ദൈവത്തിന് കഴിയും. എന്നെങ്കിലും ഫലമണിയാത്ത ഒരു ജീവിതവുമില്ല. ജീവിതത്തിൻ്റെ ആത്യന്തിക ഫലം നീതിയിലും സ്നേഹത്തിലും പൂർണ്ണത കണ്ടെത്തുക എന്നതാണ്. അങ്ങനെയുള്ളതായിരുന്നു സഖറിയായുടെയും എലിസബത്തിൻ്റെയും ജീവിതം. അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരായിരുന്നു. സ്നേഹത്തിൻ്റെ കൽപ്പന നിരന്തരം അവർ പാലിച്ചു വരുന്നു. അതിൻ്റെ അംഗീകാരം കൂടിയായിരുന്നു അവരിലൂടെ ദൈവം പ്രവർത്തിക്കാനിരുന്ന പ്രതീക്ഷയുടെ വിസ്മയകരമായ പൂർത്തീകരണം. അവരുടെ സന്താന സൗഭാഗ്യത്തിന് ഇങ്ങനെയൊരു അർത്ഥം കൂടിയുണ്ട്. ഒരു പ്രവാചക ദൗത്യമാണ് ജനിക്കാനിരുന്ന അവരുടെ പുത്രൻ യോഹന്നാനിലൂടെ ദൈവം പൂർത്തിയാക്കാൻ പോകുന്നത്. സജ്ജീകൃതമായ ജനത്തെ ഒരുക്കുവാൻ ഏലിയായുടെ ചൈതന്യത്തോടുകൂടിയും ശക്തിയോടുകൂടിയും അവൻ കർത്താവിനു മുമ്പേ പോകും. പ്രവചനത്തിൻ്റെ പ്രധാന അർത്ഥം അതുതന്നെയാണ്. ആഗതനാകുന്ന ദൈവപുത്രന് മുന്നോടിയാകുക. ആ സദ്വാർത്ത വിളിച്ചു പറഞ്ഞ് മുന്നേ ഓടുന്നവനാണ് മുന്നോടി. യോഹന്നാൻ്റെ ദൗത്യം അതായിരിക്കും.
വരാനിരിക്കുന്ന ദൈവപുത്രന് മുന്നോടിയാകുന്നത് ചെറിയൊരു കാര്യമല്ല. സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ ഏറ്റവും വലിയവനെന്ന് പിന്നാലെ വന്ന ദൈവപുത്രൻ പിന്നീടൊരിക്കൽ യോഹന്നാനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സൂചനയാണ് ഇന്നത്തെ സുവിശേഷത്തിലെ വാക്കുകൾ. അമ്മയുടെ ഉദരത്തിൽ വച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. നിറവുള്ള ഒരു ജീവിതമായിരിക്കും യോഹന്നാൻ്റേതെന്ന് സാരം. ആഗമനകാലത്തിൻ്റെ ആരംഭം നമ്മിൽ ഉണർത്തുന്ന ചിന്തകൾ ആഴവും വ്യാപ്തിയുമുള്ളവയാണ്. മനുഷ്യകുലത്തിന് ആകമാനവും ഓരോ മനുഷ്യ വ്യക്തിക്കും വ്യക്തിപരമായും ഒരു പുതിയ തുടക്കത്തിൻ്റെ അനുഗ്രഹം ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. പഴകിപ്പോകുന്നിടത്താണ് പുതിയതിൻ്റെ പിറവി ഉണ്ടാകേണ്ടത്. ഹൃദയങ്ങളുടെ അകൽച്ചയിൽ ആരംഭിച്ച് കലഹങ്ങളിലും യുദ്ധങ്ങളിലും എത്തിച്ചേരുന്ന ചെറുതും വലുതുമായ സമൂഹങ്ങളാണ് ഈ ലോകത്തിലുള്ളത്. ആയുധങ്ങൾ താഴെ വയ്ക്കാനും സ്നേഹത്തിൽ പരസ്പരം ആശ്ലേഷിക്കുവാനും സമയമായി എന്ന പ്രവാചക ശബ്ദം മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദമായി ഉയരുന്നുണ്ട്. മനുഷ്യകുലത്തിൻ്റെ പ്രത്യാശ മംഗളവാർത്തയായി ചിറകുവിരിക്കുന്നു. സഖറിയായിക്കും എലിസബത്തിനും എന്ന പോലെ ചെറിയവരിലാണ് അത് ആരംഭിക്കേണ്ടത്. നമ്മിലെല്ലാം പല കാര്യങ്ങളിലും വാർദ്ധക്യത്തിൻ്റെയും വന്ധ്യതയുടെയും അടയാളങ്ങളുണ്ട്. അവ തിരിച്ചറിഞ്ഞ് എല്ലാറ്റിലും പുതുമയും പ്രത്യാശയും ഉദിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പക്കലേക്കുള്ള തിരിച്ചുവരവ് ഉണ്ടാകണം. അതിന് സമയമായി എന്ന് ഡിസംബർ 1 നമ്മൾ തുടങ്ങുന്ന ആഗമനകാലം നമ്മോട് ചെവിയിൽ മന്ത്രിക്കുന്നു. നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട പ്രത്യാശയുടെ അർത്ഥവും ഇന്ന് ചിന്താവിഷയമാകുകയാണ്. സന്താനലബ്ധി കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ഭവനങ്ങളെ അലട്ടുന്ന വന്ധ്യത. സ്വന്തം കാര്യം തേടി മാതാപിതാക്കളെ വിട്ടകലുന്ന മക്കൾ അവർക്ക് ജീവിതാവസാനം വരെ സ്വന്തമായിരിക്കുകയില്ല. മക്കളിലൂടെ നേടാനാകുന്ന ജീവിത പൂർത്തീകരണത്തിന് പരിമിതികളുണ്ട്. വാർദ്ധക്യത്തിൽ ഒരുപാട് പേർ വീണ്ടും സന്താനരഹിതരെ പോലെ ആകുന്നില്ലേ? മക്കളെ ദൈവത്തിനും മനുഷ്യകുലത്തിനുമായി ഒരുക്കുവാനും വളർത്തുവാനും സാധിക്കുമ്പോഴേ അവരുടെ ജീവിതസായാഹ്നത്തിനും ഫലമണിഞ്ഞു നിൽക്കുകയുള്ളൂ. മക്കൾക്ക് വേണ്ടിയും മക്കൾ വഴിയുമുള്ള ദൈവപദ്ധതിയെ തിരിച്ചറിയുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. ജീവിതം നിരന്തരം കടന്നു പോകുന്നതാണ്. വളർച്ച അകൽച്ചയിലേക്ക് നയിക്കുന്നു. പുതിയ മേഖലകളിലേക്കും ദൗത്യങ്ങളിലേക്കും അയക്കപ്പെടുന്നവരായിരിക്കണം നമ്മിൽ നിന്നും പിറക്കുന്ന പുതിയ തലമുറ. എന്നാൽ അവർ നമ്മിൽ നിന്നും അകന്നു പോകുന്നവർ ആകരുത്. ഈ ഒരു ഉൾക്കാഴ്ചയും ആഗമനകാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്കുണ്ടാകണം. നമ്മിൽ ഓരോരുത്തരിലും ഒരു പുതുപ്പിറവിക്കുള്ള സമയമായി എന്ന അറിയിപ്പാണ് ആഗമനകാലത്തിൻ്റേത്. അതൊരു മംഗളവാർത്തയാകുമ്പോൾ അത് സദ്വാർത്തയും ആയിരിക്കും. ഏവർക്കും ആഗമനകാലത്തിൻ്റെ അനുഗ്രഹങ്ങളും ഈ ഞായറാഴ്ചയുടെ കൂട്ടായ്മയും ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയിൽ, CST.